ഉദയം സോക്കർ ഫെസ്റ്റ് മെയ് 5 മുതൽ 12 വരെ ഐരാണിക്കുളം ഗവൺമെന്റ് സ്കൂൾ ഫ്ലഡ്ലിറ്റ് മൈതാനിയിൽ നടക്കും. കേരളത്തിലെ 8 മികച്ച ടീമുകൾ സെവൻസ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ സോക്കർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്ക് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA സമ്മാനങ്ങൾ വിതരണം ചെയ്യും. കൂടാതെ എല്ലാ ദിവസവും മത്സരത്തിന് മുമ്പ് നാടൻ കലാപരിപാടികൾ ഉണ്ടാകും. സപ്ലിമെന്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് പ്രകാശനം ചെയ്തു. ജോയ് കല്ലറക്കൽ, MT തോമസ്, MD സുധാകരൻ, PS സന്തോഷ് കുമാർ, N നിശാന്ത് തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പിന്നെ കാലാവസ്ഥയുടെ കലാമിറ്റി, കോവിഡ് ഇതെല്ലാം കാരണം കൊണ്ടുപോയി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയത് ഇപ്പോഴാണ്. ഇതും പെട്ടെന്ന് ഓടിപ്പടം ഞാൻ ചെയ്തേക്കുന്നത് അന്നത്തെ പോലെ വിശാലമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഒരു കോസ്മോപൊളിറ്റൻ ആഘോഷം, എല്ലാവർക്കും ഒരേപോലെ പങ്കെടുക്കാൻ അവസരമുള്ള ആഘോഷം. നാട്ടിൽ വലിയൊരു ഉത്സവമുണ്ട്, പള്ളികളിൽ പെരുന്നാളുകളുണ്ട്, അതിനൊക്കെ പക്ഷെ ഒരു പരിമിതി. ഈ പരിമിതി ഒന്നുമില്ലാത്ത ആഘോഷമായിട്ടാണ് ഈ ഫുട്ബോൾ ഫെസ്റ്റ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. അത് ഐരാണിക്കുളം സ്കൂൾ എന്ന് പറഞ്ഞാൽ ചാലക്കുടിക്ക് ഇതൊക്കെ മാളയ്ക്ക് ഇതൊക്കെ ഏറ്റവും വലിയ ഗ്രൗണ്ടിലുള്ള സ്ഥലമാണത്. നിങ്ങൾ കണ്ടു കാണാൻ വിശ്വസിക്കണം. കണ്ടിട്ടില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിങ്ങളെല്ലാവരും വരിക, ഞങ്ങളുടെ പരിപാടിക്ക് നല്ല കവറേജ് തരിക. ഇത് എല്ലാ മാച്ചുകൾക്കും മുമ്പ് നാടൻ കലാപരിപാടികളും അവതരിപ്പിക്കുന്നത്. മറ്റ് സ്റ്റേജ് പരിപാടികൾ ഒരുവിധം ഒഴിവാക്കിയാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയും ഈ കാലാവസ്ഥയുടെ ഇതെല്ലാം കാരണം ഈ 8 ടീമുകളെ പങ്കെടുപ്പിക്കുന്ന ഞങ്ങൾ ഒരാഴ്ചത്തെ പരിപാടിയാണ് വിശദമായിട്ട് നോട്ടീസിൽ പറഞ്ഞത്. ഇതിന് ഏത് പരിപാടിയും പൊതുപരിപാടി ഏതും വിജയിപ്പിക്കാന്നുള്ളത്